ശാന്തി. ഒരു ബന്ധത്തിൻ്റെ തുടക്കം പലപ്പോഴും നല്ല സംസാരത്തിനാണ് ഉണ്ടാവുന്നത്. നന്നായി സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഒരു പരിധിവരെ ജീവിതത്തിൽ കുറേ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും പലരും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അവർ സംസാരിക്കുന്നതായിരിക്കുന്ന വിധി കൊണ്ട് മാത്രം എല്ലാവരിൽ നിന്നും അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയും വരാറുണ്ട്. ആർക്കും ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാവരോടും നന്നായി സംസാരിച്ചുകൊണ്ട് ജീവിതത്തിലെ സന്തോഷവുമായി നടക്കുന്ന ആളുകളെയും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് സംസാരിക്കാനുള്ളതായിരിക്കുന്ന കഴിവ് അത് ഈശ്വരൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വലിയൊരു വരദാനം തന്നെയാണ്. പക്ഷേ ആ വരദാനത്തിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ആർക്കും സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. പലർക്കും പലരുടെ സ്വപ്നമാണ് നന്നായിട്ട് ആളോടൊന്ന് സംസാരിക്കാൻ, നാലാളുടെ ഇടയിലൊന്ന് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനും നിങ്ങൾക്ക് സാധിക്കും. അതിനിന്ന് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ പോവുകയാണ്. പ്രത്യേകിച്ചും ഞാൻ കാണാറുണ്ട്, ചില ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി റിലേഷൻസ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലും നല്ല ഒരു സംസാരം ഒരാളുടെ ഭാഗത്തുണ്ടായാൽ ആ വാക്കുകളുടെ, ആ സംസാരത്തിൻ്റെ മാധുര്യം അല്ലെങ്കിൽ അതിൻ്റെ സുഖം തന്നെ ആ റിലേഷൻഷിപ്പിനെ അങ്ങ് ഹീൽ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പുതിയ തുടക്കം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട്, ചില സംസാരത്തിൻ്റെ ആഴം കൊണ്ട്, മൂർച്ച കൊണ്ട് ഇനി എനിക്ക് ഇവരെ കൂടെ ജീവിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അത്രയും വലിയ ശക്തിയാണ്. നമ്മൾ പറയാറുണ്ട്, എല്ലില്ലാത്ത നാവ് 2.5 ഇഞ്ചേ അതിന് വലുപ്പമുള്ളൂ. വേണമെങ്കിൽ ഒരാളെ സിംഹാസനത്തിൽ കയറ്റിയിരുത്താനും അല്ലെങ്കിൽ ഒരാളെ തല്ലി കൊല്ലിക്കാനും ഈ 2 ഇഞ്ച് മാത്രം വലുപ്പമുള്ള നാവിനെ കൊണ്ട് സാധിക്കും എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്. അതുകൊണ്ട് നന്നായി സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. നന്നായി സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, പലരും സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട്, വെറുതെ കുറേ കാര്യങ്ങൾ ആ സംസാരത്തിന് സുഖം കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അതിൽ ആഡ് ചെയ്യും. ഞാനേ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനെ അത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ചേർക്കുക. അങ്ങനെ ചേർത്ത് സംസാരത്തിന് ബോറടിപ്പിക്കുന്ന ആൾക്കാരെയും കാണാം. ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ പലരും ഐ നോ, ഐ മീൻ ഇങ്ങനെയുള്ളതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് സംസാരത്തിന് ബോറടിപ്പിക്കും. ചിലർ ഞാൻ പറഞ്ഞത് ഒരുപാട് തവണ ഞാൻ എന്ന് കേട്ടി കേൾക്കുന്ന ആൾക്ക് ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അയ്യോ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആളുകളെയും കാണാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായി ഇടയിൽ ചേർക്കുന്ന കുറേ പ്രയോഗങ്ങളുണ്ട്. അത് പിന്നെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാക്കുകളെ കട്ട് ചെയ്യാൻ വേണ്ടി സ്വയം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. സംസാരത്തിനിടയിൽ നിന്ന് അനാവശ്യമായിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഏത് കാര്യമാണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് അതുപോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വിചാരിച്ചാൽ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി ഇല്ലാതാവുമ്പോഴാണ്. പലതും പറയണ്ടേ, ഇപ്പോൾ അവരോട് പറഞ്ഞാൽ കുഴപ്പമാവും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് തോന്നുന്നതെങ്കിൽ അതിനെങ്ങ് ഉരുട്ടി വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെത്താൻ സംഭവിക്കും. മറ്റൊന്ന്, പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ ക്ലിയർ ആയിരിക്കുന്ന ഐഡിയ ഇല്ലെങ്കിലും ഇങ്ങനെയെല്ലാം സംഭവിക്കാം. അതുകൊണ്ട് ഒരു കാര്യം ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കറിയുന്ന കാര്യം എന്താണോ അത് സംസാരിക്കൂ. അത് ആദ്യമായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ആ വിധി കൊണ്ട് തന്നെ ഒരു നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പറയേണ്ട കാര്യം എന്താണോ അതിനെ ഭംഗിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നിന്ന് ഈ ഐ മീനും ഐനോയും അത് ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ സ്വയം ശ്രദ്ധിച്ച. പിന്നെ ആദ്യത്തിലായിട്ട് ആളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പറയാൻ നമുക്ക് പ്രയാസമായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ സംസാരത്തിന് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഞാൻ പലതവണ ആവർത്തിക്കുന്നുണ്ടല്ലേ. പലപ്പോഴും നമ്മൾ പല വാക്കുകളും നിരന്തരമായിട്ട് ഉപയോഗിച്ച് ചില ആളുകളെ അങ്ങനെ വാക്ക് പറഞ്ഞെല്ലാവരും പറയുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് സുഖം കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒന്ന് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പറയണം. ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഞാനിപ്പോൾ ഒരു വീക്കെൻഡ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ, ഞായറാഴ്ച ഭയങ്കര സുഖമാണ്, ഞാൻ എൻ്റെ ഫാമിലിക്കൊപ്പം സിനിമയ്ക്ക് പോയി, അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പം പാർക്കിൽ പോയി, പിന്നെ എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് നല്ല ആഹാരം എൻ്റെ സ്പെഷ്യൽ ഉണ്ടാക്കി ഞങ്ങൾ ഒന്നിച്ചു കഴിച്ചു. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലർ പറയും പിന്നെ അവിടെ പോയപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ പറയുന്ന കാര്യം പോലും
ഒരു നിർത്താതെ ഞാൻ പോയി അവിടെ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ദിവസമാണ്, ഞാൻ വീട്ടിൽ ആഹാരം ഉണ്ടാക്കണം, ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിച്ചു, പോയി സിനിമയ്ക്ക് പോയി വന്നു എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുമ്പോൾ നമുക്ക് ആ സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ എവിടെയാണോ ഒരു പോസ് വേണ്ടത് നിർത്തേണ്ടത് അവിടെ ഒരു ചെറിയ പോസ് ഇട്ടിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് കേൾക്കുന്ന ആൾക്ക് ഒരാശയം നമ്മൾ കൊടുക്കുമ്പോൾ അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ടോണിലും അതിൻ്റെ സ്റ്റൈലിലും പറയും. ഇൻ ബിറ്റ്വീൻ്റെ ഒരു പോയിന്റിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾ അവർക്കത് മനസ്സിലാക്കാനുള്ളൊരു സമയം കൂടെ കൊടുക്കുകയാണെങ്കിൽ കേൾക്കുന്നത് കുറേയും കൂടെ സുഖകരമായിട്ട് തോന്നും. പിന്നെ ആദ്യമായിട്ട് ഒരാൾ നമ്മൾ പരിചയപ്പെടുകയാണ്, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നിരിക്കുകയാണ്, അവരോട് നമ്മൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരു യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നു. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആദ്യം എപ്പോഴും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ കുറച്ച് അവരെക്കുറിച്ച് മനസ്സിലാകുമല്ലോ. പലപ്പോഴും ഈ സൈക്കാട്രിസ്റ്റുകൾ അല്ലെങ്കിൽ കൈ നോക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ഒരാൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അവരുടെ ഭാവവും അവരുടെതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് നല്ല നല്ല ഹോബീസ് ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾ വിചാരിച്ചു പോകും, എനിക്ക് ഇത്ര നല്ല നല്ല ഹോബിയൊക്കെ ഉണ്ടെന്ന് ഇവർക്ക് എങ്ങനെയാണ് മനസ്സിലായേ? ആ ഇമ്പ്രഷൻ കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ അവർ തിരുത്തിക്കൊള്ളു, ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെയുള്ള ഹോബീസിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയും. അതേസമയം അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പലതും നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, ചിലർക്ക് ഗ്ലാസ് പെയിൻറ്റിങ് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലവർ അല്ലെങ്കിൽ നന്നായി ഞാൻ പാടാറുണ്ട്, ഞാൻ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗാർഡനിങ് എൻ്റെ സ്പെഷ്യലാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. നിങ്ങൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം നിങ്ങളുടെ വായിന്ന് കേൾക്കുന്നതോടുകൂടി തന്നെ നിങ്ങളും അവരും തമ്മിൽ നല്ലൊരു റിലേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ലൊരു ബന്ധം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ബന്ധം നിങ്ങൾക്ക് സുഖകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് സംസാരിക്കാനും ഒരു നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യാനും അഥവാ ഉള്ള റിലേഷന് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ, കാരണം ഒരു ആദരിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ ഹാർട്ടിൽ നിന്ന് അവരുടെ ഒരു കാര്യത്തെ ഞാൻ കണ്ടെത്തുന്നു വെച്ചാൽ അർത്ഥം ഞാൻ അവരെ ആദരിക്കുകയാണ്. അത് അറിയാത്ത ഒരാൾക്ക് പോലും ആ ആദരവ് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖം ഒരുപാടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൈ നോക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ചില പിള്ളേരുടെ അടുത്ത് പറയും, നിനക്ക് 2 ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്ക് ഉണ്ടാവുന്നില്ല എന്നാൽ ചിന്തിക്കാൻ തുടങ്ങും, അവരെന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ ശരിക്കും അവർക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സൊക്കെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്ത് വരും. പിന്നെ പറയും, നിങ്ങൾക്ക് അന്ന് ഇവിടെ പോയപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ എന്ന് കേൾക്കുമ്പോൾ അതിനിതായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ശരിയാ, അവരങ്ങനെ പറഞ്ഞിരുന്നു, ഇവരിങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടാവും, അവർ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടാവും, അവർ കൊണ്ടുപോയിട്ട് കൂടോത്രം ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് വേണ്ടാത്ത ധാരണകൾ മനസ്സിലേക്ക് വരും. ഇതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന കുറേ ആളുകളും ഉണ്ട്. ഇതിനെ പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല കാര്യത്തിന് വേണ്ടി ഒരാളുടെ മനസ്സിൻ്റെ ഫീലിങ്സിനെ കുറച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കിക്കൊണ്ട് അവരോട് പറയുമ്പോൾ അവർക്കത് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇംപ്രഷൻ കൂടുകയുള്ളൂ, നിങ്ങളുടെ വിശ്വാസം വരികയുള്ളൂ, നിങ്ങളുടെ അടുത്ത് സ്നേഹവും ആദരവും ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുമ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഒരാളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി, ചതിക്കാൻ വേണ്ടി, പറ്റിക്കാൻ വേണ്ടി ഒന്നും ഉപയോഗിക്കരുത്. ഇതെല്ലാം പുറമേയുള്ള ഘടകങ്ങളാണ്. അകത്തുള്ള വലിയൊരു ഘടകമുണ്ട്, അത് നമ്മുടെ കാർമിക് അക്കൗണ്ടിൻ്റെ ഘടകം. നമുക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കല ഉപയോഗിച്ച് ഞാൻ പലപ്പോഴും ജ്ഞാനപ്പാനിൽ ഒരു വരി ഓർത്തു പോവാറുണ്ട്. അതായത് കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നിർബഞ്ചത്ത് കൃമിയായി പിറക്കുന്നു, നാര് ചത്തുടൻ ഓരിയായി ഇടുന്നു എന്ന് ജ്ഞാനപ്പാനിൽ പറയുന്നുണ്ട്. നാര് ചത്തുടൻ ഓരിയായി ഇടുന്നു വെച്ചാൽ അർത്ഥം ഓരോ സ്ത്രീയും മരിച്ചു കഴിഞ്ഞാൽ അടുത്തത് കുറുക്കത്തിയായിട്ട് ജനിക്കുന്നൊന്നുമല്ല. സ്ത്രീ ജന്മം അനുഗ്രഹീതമായിട്ടുള്ള ജന്മമാണ്. നന്നായി സംസാരിക്കാനും അനുനയത്തോടെ പെരുമാറാനും ആളുകൾക്ക് സ്നേഹവും കരുതലും കൊടുക്കാനൊക്കെ കുറേയേറെ അനുഗ്രഹം കിട്ടിയതായിട്ടുള്ളൊരു ജന്മമാണ് സ്ത്രീ ജന്മം. പക്ഷെ ഞാൻ പലപ്പോഴും സമൂഹത്തിൽ കാണാറുണ്ട്, അതേ സ്ത്രീകൾ തന്നെയാണ് മറ്റൊരു സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് തൻ്റെ ആ കഴിവിനെ ഉപയോഗിക്കുന്നവർ. അമ്മായിയമ്മേനെയും മരുമകളെയും തമ്മിൽ തല്ലിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തല്ലിക്കുന്നു, അവരെ വേർപിരിക്കുന്നു. ഇതിനൊക്കെ തന്നെ തൻ്റെ കലയാകുന്ന സംസാരത്തെ ഉപയോഗിക്കുന്ന സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മറ്റൊരു കുടുംബത്തെ തകർക്കാൻ വേണ്ടി തൻ്റെ ബുദ്ധിയെ കുബുദ്ധിയായി ഉപയോഗിക്കുന്നവർക്കുള്ള വാണിംഗ് ആണ് അടുത്ത ജന്മം കുറുക്കനായി ജനിക്കും. കുറുക്കനായിട്ട് ജനിക്കൊന്നുമില്ല കേട്ടോ, അത് സംശയിക്കേണ്ട. ഒരു കുറുക്കത്തിയായി ജനിച്ചപ്പോൾ എന്താ കുഴപ്പം? കുറുക്കത്തിക്ക് അറിയുന്നുണ്ടോ ഞാൻ മുജ്ജന്മത്തിൽ ആരായിരുന്നു, ഞാൻ എന്ത് തിന്നു, എവിടെ നടന്നു, എവിടെ കളിച്ചു ഒന്നും അറിയുന്നില്ല. പക്ഷേ മനുഷ്യ സ്ത്രീയായി തന്നെ ജനിച്ച് നാൽക്കാലിയെപ്പോലെ ഭൂമിയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ അവരുടെ മനസ്സ് പശ്ചാത്തപിക്കും. ഞാൻ എന്ത് പാപം ചെയ്താണോ ഭഗവാനെ ഇങ്ങനെയായി പോയതെന്ന് വിഷമിക്കും. അതിൻ്റെ റിസൾട്ടാണ് പറയുന്നത് നാര് ചത്തുടൻ ഓരിയായി ഇടുന്നു എന്ന്. കർമ്മഫലം എന്നൊരു സാധനമുണ്ട്. അത് എപ്പോഴും ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾ മറന്നു പോകരുതാത്ത ഒരു സത്യം അതാണ്. കർമ്മം എന്നതിൻ്റെ ഉള്ളിൽ ബന്ധിതമാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി
മറ്റൊരാൾക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടി, മറ്റൊരാളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി, മറ്റൊരാളുടെ ജീവിതം സുഖം കൊടുക്കാൻ വേണ്ടി ഈ കല നിങ്ങൾ ഉപയോഗിച്ചോളൂ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടേ മാറുള്ളൂ. പിന്നെ വേറൊന്ന്, രണ്ടാൾ കൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ എവിടുന്നാ ഞാൻ എവിടുന്നാ മിണ്ടാണ്ടിരുന്നു, അങ്ങനെ കറക്റ്റ് പറയുമ്പോൾ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ വിശേഷം നിങ്ങൾ പറയുന്നത്, 2 വട്ടം ചോദിച്ചു നോക്കിയേ, 3-ാമത്തെ വട്ടം അവർ പറഞ്ഞു കഴിഞ്ഞ എല്ലാം ആയില്ല എന്നുള്ള നിലയ്ക്ക് ബോഡി ലാംഗ്വേജ് കൊണ്ട് തിരിഞ്ഞിരിക്കും നിങ്ങളുടെ അടുത്ത് നിന്ന്, എനിക്ക് നിങ്ങളൊന്നും പറയാനില്ല എന്ന്. അതുകൊണ്ട് സംസാരം കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു നാട് പറയുമ്പോൾ ആ നാട്ടിനെ കുറിച്ച് എനിക്കും അറിയാം, അവിടത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ ഒരു കാര്യം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ത്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്യോന്യമുള്ളതായിട്ടുള്ള സംസാരത്തെ സ്വീറ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും വലിയൊരു കലയാണ് ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. നല്ല റിലേഷൻസ് ഉണ്ടാക്കാൻ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. നമ്മുടെ ഫാമിലിയിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരുപോലെ ഉപയോഗപ്രദമായ ഒന്നാണ് നന്നായി സംസാരിക്കാനുള്ള കഴിവ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആ കലയെ സ്വന്തമാക്കാൻ സാധിക്കും. ഇതിനെ അനുഗ്രഹമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും വിധം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.